ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാം കേട്ടോ. കോമളം സ്പെഷ്യൽ ഉണ്ണിയപ്പം. അപ്പോൾ അമ്മ ഒരിക്കൽ പറഞ്ഞു തന്ന് ഞാൻ ഉണ്ടാക്കി നല്ല സോഫ്റ്റ് പൂ പോലെ ഇരുന്ന് നല്ല അടിപൊളി, പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ട് നല്ല അടിപൊളി ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ആ വിശ്വാസത്തോടെയാണ് ഇന്ന് വീണ്ടും ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഒന്നുകൂടെ അമ്മയെ വിളിച്ച് കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ചോദിച്ച് മനസ്സിലാക്കി. മറന്നു പോകുമല്ലോ നമ്മളതുകൊണ്ട്, എപ്പോഴും ഉണ്ടാക്കുന്ന സാധനം അല്ലാത്തതുകൊണ്ട് ഒന്നുകൂടെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് പച്ചരിയാണ്. ഇത് 1 ഗ്ലാസ് പച്ചരി ഉണ്ട് കേട്ടോ. ഇത് 1 മണിക്കൂർ മുന്നേ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. 1 മണിക്കൂർ മുന്നേ അല്ല, 1 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെള്ളം മാറ്റി ഊറ്റി വെച്ചിരുന്ന് വെള്ളം മാറ്റി കുറച്ച് സമയം ഒരു അരമണിക്കൂറോളം വെള്ളം മാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ചായ അരിപ്പിൽ, വലിയ അരിപ്പില്ലേ, ജ്യൂസ് അരിപ്പ് പോലുള്ള അരിപ്പിൽ വെച്ച് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം മാറാനായിട്ട്. ഇതിനെ തരിതരിയായിട്ട് പൊടിച്ചെടുക്കണം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. 1 മണിക്കൂർ വെള്ളത്തിലിടുക പച്ചരി. ഇത് 1 ഗ്ലാസ് അരിയാണ്. 1 മണിക്കൂർ വെള്ളത്തിലിടുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജ്യൂസ് അരിപ്പിൽ എന്തെങ്കിലും പച്ചരി വെള്ളം മാറ്റാനായിട്ട് ഒരു അരമണിക്കൂർ വീണ്ടും വയ്ക്കുക. എന്നിട്ടതിനെ തരിതരിയായിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ വേണ്ടത്, ഇത് 1 ഗ്ലാസ് അരി എന്ന് പറയുമ്പോൾ 250 അരിയാണ്. അതുപോലെ 250 ഗ്രാം ശർക്കര കൂടെ വേണം. അതിനെ പാവ് കാച്ചി വെച്ചേക്കുക. ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോവാനായിട്ട് അരിച്ചെടുത്ത് വെച്ചേക്കാണ്. പിന്നെ ഏലക്കയും വേണം കേട്ടോ, ഏലക്ക. പിന്നെ അമ്മ പറഞ്ഞു തന്നത് കപ്പപ്പഴം ഇടാനായിട്ടാണ്. നല്ല പഴുത്ത കപ്പപ്പഴമാണ് ഇടേണ്ടത്. ഇവിടെ ഇപ്പോൾ ഇതേ കിട്ടിയുള്ളൂ കേട്ടോ, ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ചിലർ പാളയംതോടൻ പഴം ഒക്കെ, രസകദളി പഴമൊക്കെ ഇടുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയത്തില്ല. അമ്മ എന്നോട് കപ്പപ്പഴം ഇടാൻ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം കപ്പപ്പഴം ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത്, പിന്നെ കുറച്ച് നെയ്യ് ഇതിൻ്റെ കൂട്ടത്തിടാം. വേണമെങ്കിൽ തേങ്ങ വറുത്ത് നെയ്യിൽ വറുത്ത് ഇതിൽ കൂടെ ആഡ് ചെയ്യാം. എള്ളുണ്ടെങ്കിൽ എള്ളിടാം. ഇതൊന്നും ഞാൻ ഇടുന്നില്ല. ഇതൊന്നും വേദയ്ക്ക് ഇഷ്ടമല്ല, എടുത്തെടുത്ത് കളയും. വേദയ്ക്ക് ഉണ്ണിയപ്പം ഇഷ്ടം കേട്ടോ, അതുകൊണ്ടാണ് പിന്നെ ഉണ്ടാക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പച്ചരി പൊടിച്ചെടുക്കാം. പൊടിക്കുന്ന ജാറാട്ടോ ഇത്. പൊടിക്കുന്ന ജാറിൽ പച്ചരി ഇട്ടിട്ട് തരിതരിയായിട്ട് പൊടിച്ചെടുക്കാം നമുക്ക്. വെള്ളം മാറ്റി വെച്ചിരിക്കുക കേട്ടോ. 1 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഒരു അരമണിക്കൂറോളം വെള്ളം കളഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ് പച്ചരി. വെള്ളം കളഞ്ഞെങ്കിലും വീണ്ടും അതിൻ്റെ അടിയിൽ വെള്ളമുണ്ട് കേട്ടോ. ഞാൻ ജ്യൂസ് അരിപ്പിൽ അരിച്ചങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. 1 കിലോ അരി, അതായത് 1 ഗ്ലാസ് അരി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഏലക്കയോടിട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഏലക്ക ഇടുക. ഇതിപ്പോൾ ഞാനൊരു 5 ഏലക്കയാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് പൊടിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടും. ഇതാകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പൊടിഞ്ഞു പോകും. ഇതിനെ തരിതരിയായിട്ട്, ഫൈനായിട്ട് പൊടിക്കേണ്ട, ചെറിയൊരു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തരിതരി വേണ്ട കേട്ടോ, ചെറുതായിട്ട് തരിതരിയായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാവേ. ഞാൻ പുതിയ സെറ്റപ്പ് ചെയ്ത് കേട്ടോ. നമ്മുടെ മിക്സിയെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി. അപ്പോഴേ കറക്റ്റ് അത് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ലതായിട്ട് ഒന്നുകൂടെ പൊടിക്കട്ടെ. നല്ലതായിട്ടല്ല, തരിതരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ. ഏലക്കയും കൂടി അത് ഇട്ടാണ് ഞാൻ പൊടിച്ചെടുത്തത്. ഇപ്പോൾ ഒന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ടേ. ഇതാ തരിതരിയായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാം നല്ലതായിട്ട് 1 ഗ്ലാസ് അരിയും പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കര, 1 കിലോ അരിക്ക് 1 കിലോ ശർക്കര 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കി എടുത്തിരിക്കുകയാണ്. ഉരുക്കി അരിച്ച് വെച്ചിരിക്കുക കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചിലപ്പോൾ ഇത് എല്ലാം കൂടി പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പൊട്ടിത്തെറിക്കുന്നതല്ല, ഇത് അരയ്ക്കുന്ന ജാറല്ല, പൊടിക്കുന്ന ജാറാണ്. അതുകൊണ്ട് ഇതെന്താവും എന്നുള്ളത് അറിയത്തില്ല. ഇങ്ങനെയല്ല കേട്ടോ, ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് ഉണ്ണിയപ്പം ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. ഇവിടെ ഫുൾ പിന്നെ ക്ലീനിങ് ആയിരിക്കും അടുത്തെൻ്റെ പരിപാടി. ഈ പഴവും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. 1 കപ്പപ്പഴം, 1 ഗ്ലാസ് അരിക്ക് 1 കപ്പപ്പഴം. 1 ഗ്ലാസ് അരിയല്ല, 1 കിലോ അരി, അത് തന്നെ 1 ഗ്ലാസ് അരി കേട്ടോ. 1 കിലോ അരിക്ക് 1 കിലോ ശർക്കര, 1 കപ്പപ്പഴം. ഇതിനെ നമുക്ക് അടിച്ചെടുക്കാം. എന്തും സംഭവിക്കാം, വെള്ളമായിട്ടിരിക്കുന്നത് കൊണ്ട് എന്തും സംഭവിക്കാം. ഇതാകുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇതിലിട്ട് അടിക്കുന്നത്. പഴം അരങ്ങിട്ടില്ലാന്ന് തോന്നുന്നു. പഴം അരങ്ങിട്ടില്ല കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് അടിച്ചെടുക്കാവേ.
ഓ അവിടെയൊക്കെ ആയി. അപ്പോൾ ഉണ്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇതേ നോക്കിയ മാവ് നല്ല ഇതായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. പഴത്തിനെല്ലാം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ അരിപ്പൊടി തരി തരിയായിട്ടാണ് പൊടിച്ചെടുത്തത്. മിക്സിയുടെ ജാറിലിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, അപ്പോൾ ഒരു കുറച്ചുകൂടെ ക്രിസ്പിനെസ് കിട്ടും. അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടത്. ഒരു നുള്ള് സോഡാപ്പൊടി. അമ്മ സോഡാപ്പൊടി ഇടണ്ടെന്ന് പറഞ്ഞത്, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ സോഡാപ്പൊടി ഇട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ കരുതി ഇപ്രാവശ്യം ഞാനും സോഡാപ്പൊടി ഇടാമെന്ന്. കുറച്ച് നെയ്യ് കേട്ടോ, നെയ്യുടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഒരു നെയ്യുടെ ചെവയൊക്കെ ഉണ്ടാവില്ലേ, അതുകൊണ്ട് കുറച്ച് നെയ്യ്. അതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പ്, ഒരു നുള്ള് മതി, ഒരുപാട് ഇടണ്ട, ഒരു നുള്ള്. ഇതും വേണമെങ്കിൽ എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം കൂടി ശരിയാവത്തില്ല മിക്സിയുടെ ജാറിലിട്ട്. അതുകൊണ്ടാണ് ഞാൻ പഴവും ശർക്കരയും അരിയും കൂടി മിക്സ് ചെയ്ത ശേഷം ഇത് രണ്ടാമത് മിക്സ് ചെയ്യുന്നത്. അരിപ്പൊടി, പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് പൊടിച്ചെടുത്ത അരിപ്പൊടി, 1/4 കിലോ അരിക്ക് 1/4 കിലോ ശർക്കര, 1 കപ്പപ്പഴം, അതിൻ്റെ കൂട്ടത്ത് ഏലക്ക, പിന്നെ നെയ്യ്, ഒരു നുള്ളു ഉപ്പ്, സോഡാപ്പൊടി, പഞ്ചസാര. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, ഉണ്ട കെട്ടാണ്ട്. അതിനാണ് ഞാൻ മിക്സിയുടെ ജാറിൽ ഉണ്ട കെട്ടാണ്ടിരിക്കാനാണ്. ചിലപ്പോൾ കൈ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്താൽ കുറേ സമയം നിന്ന് മിക്സ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് കലക്കിയെടുത്തത് കേട്ടോ, മിക്സ് ചെയ്തെടുത്തത്. അപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മാവ് എത്ര സമയം നമുക്ക് വച്ചിരിക്കാൻ പറ്റുമോ, റെസ്റ്റ് ചെയ്യാൻ വച്ചിരിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അമ്മ എന്നോട് പറഞ്ഞത് ഇന്ന് വൈകിട്ട് ചെയ്തിട്ട് നാളെ വേറെ സ്കൂളിലൊക്കെ വിട്ട ശേഷം സാവധാനം ഉണ്ണിയപ്പം ചുട്ടെടുത്താൽ മതി. മാവ് ഇന്നലെ വൈകിട്ടേ അരച്ച് വെക്കണം. ഇന്ന് രാവിലെ വേദയൊക്കെ വിട്ട ശേഷം ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വേദ വിട്ടിട്ടൊക്കെ ചെയ്യാൻ പിന്നെ കുറച്ച് പാടായതുകൊണ്ടാണ് ഞാൻ രാവിലെ അരച്ച് വെച്ചത്. അപ്പോൾ രാവിലെ അരച്ച് വെച്ചിട്ട് വൈകുന്നേരം ഉണ്ടാക്കിയാൽ മതി. എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. മാക്സിമം അത് വച്ചിരിക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മുടെ മാവ് എത്രത്തോളം വച്ചിരിക്കാൻ പറ്റുമോ അത്രയും വച്ചിരിക്കുക. ഞാനിപ്പോൾ ഒരു 9:30 സമയത്താണ് ഇത് കലക്കി വച്ചിരിക്കുന്നത്. നമുക്കൊരു 4-5 മണിയൊക്കെ ആകുമ്പോൾ ചുട്ടെടുക്കാം. ലേറ്റ് ആയാലും കുഴപ്പമില്ല. ഇതിങ്ങനെ അങ്ങ് മാറ്റി വയ്ക്കാം. ഇതിലിനി ഒന്നും ചേർക്കേണ്ടതായിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ നെയ്യിൽ വറുത്തതിൻ്റെ കൂട്ടത്ത് ആഡ് ചെയ്യാം. നെയ്യ് നമ്മൾ വെറുതെ ഒഴിച്ചതിന് പകരം തേങ്ങാക്കൊത്തൊക്കെ നെയ്യിൽ വറുത്തിടാം. കുറച്ച് എള്ളം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇടാം. എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് മാക്സിമം ടൈം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കാം. എന്നിട്ട് നമുക്ക് ഉണ്ണിയപ്പം ചുടാം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കുറേ സമയം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന കേട്ടോ. ഇപ്പോൾ സമയം 3 മണിയായി. ഒരു 5 മണിക്കൂറെങ്കിലും ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും ഇരുന്നാൽ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് വീഡിയോ ആയിട്ട് എടുത്ത് തരാമെന്ന് പറഞ്ഞ ഏട്ടനെ പുറത്ത് പോകേണ്ട അത്യാവശ്യമുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ ചുടുന്നതാണ്. ഇപ്പോൾ നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ചുട്ടാലും കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി ഇരുന്ന് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചുട്ട് നോക്കാം. ഉണ്ണിയപ്പച്ചട്ടി വെച്ചു. നിറയെ എണ്ണ ഒഴിച്ചെടുക്കുക കേട്ടോ. ഞാൻ പാം ഓയിലാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ, ഏതിൽ വേണം ഒഴിക്കാവേ. കുഴിയെല്ലാം നിറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു വെളിച്ചെണ്ണയിൽ ഒഴിച്ചാൽ ഇത് ചട്ടി നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചത് കറ പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ. അതാണ് ഒരുമാതിരി മഞ്ഞ കളറിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നതെങ്കിൽ 2 ദിവസം ഇരിക്കുമ്പോൾ അത് ഫംഗസ് വന്ന പോലെ ആയിപ്പോവും. അതുകൊണ്ട് വെളിച്ചെണ്ണയെക്കാട്ടി മറ്റുള്ള എണ്ണയാണ് നല്ലതെന്ന് പറഞ്ഞു. വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. ഞാനിന്ന് പാം ഓയിലാട്ടോ എടുത്തത്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് കുറേശ്ശെ കോരി ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ വീട്ടിലും മറ്റേ നല്ല ഉണ്ണിയപ്പച്ചട്ടി, നമ്മൾ ഇന്നാൾ വാങ്ങി ഉണ്ണിയപ്പച്ചട്ടി ഇരിപ്പുണ്ട് എൻ്റെ നെട്ടയത്ത്. അത് ചിലപ്പോൾ ഗ്യാസിൽ കറക്റ്റ് ഇരിക്കത്തില്ല. അതുമല്ല അത് 4 5 എന്തോ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇത് 1 2 3 4 5 6 7 8 9 എണ്ണം ഉണ്ടാക്കാം. നമുക്ക് ഒരുമിച്ച് 9 ഉണ്ടാക്കാം. പക്ഷേ കുഞ്ഞാണ് കേട്ടോ. എണ്ണ ചൂടാവട്ടെ. നിറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒഴിക്കുമ്പോൾ വീണ്ടും എണ്ണ പൊങ്ങി വരും കേട്ടോ. ചിലപ്പോൾ കളയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നോൺ സ്റ്റിക്കിൻ്റെ കേട്ടോ. ആ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അത് ഫുൾ കറയായിട്ടിരിക്കുക. എടുക്കുമ്പോൾ ഒട്ടുന്നുണ്ട് അത്. എണ്ണ നല്ല ചൂടാവട്ടെ. നമുക്ക് മധുരം ഉണ്ടാകാൻ നോക്കിയില്ലല്ലോ. മധുരമൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1/4 കിലോ അരിക്ക് 1/4 കിലോ ശർക്കര, അതാണ് കേട്ടോ കണക്ക്. ഇത് വെള്ള ശർക്കര. ഇത് നമ്മുടെ അതർവയുടെ അമ്മ തന്നതാട്ടോ ശർക്കര. അത് കണ്ടപ്പോൾ നല്ല കറുത്ത ശർക്കര ആയിട്ടിരുന്നു. പക്ഷേ ഉരുക്കി ഒഴിച്ചപ്പോൾ നല്ല വെള്ള കളറിലിരിക്കുന്നു. അപ്പോൾ വെള്ള ശർക്കരയാണെന്ന് തോന്നുന്നു. ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ. ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ചാണ്, ചെറിയ കപ്പ് വെള്ളം ഒഴിച്ചാണ് ശർക്കര ഉരുക്കി എടുത്തത്. അത് ഫുള്ള് ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ.
എണ്ണ ചൂടായി, ഒഴിക്കാം. ഇന്നാൾ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു, കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി, പിന്നെ ഗ്ലാസ്സിൽ എടുത്തിട്ട് ഒഴിച്ചാൽ കറക്റ്റായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഗ്ലാസ്സൊന്നും എടുക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ഗ്ലാസ്സിലൊഴിച്ച് പിന്നെ അത് പാടും. ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇത് മറിച്ചിടാനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് തടിയുടെ പപ്പടക്കുത്തി ഉണ്ടായിരുന്നു, പക്ഷേ അത് കാണാനില്ല, ഒടിഞ്ഞെന്തോ പോയി. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റീലിലെ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊന്ന് മൂത്തിട്ട് നമുക്ക് മറിച്ചിടാം. അതുപോലെ കപ്പപ്പഴം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കപ്പപ്പഴത്തിൻ്റെ കാര്യം പറയുമ്പോൾ എന്താ കപ്പപ്പഴം എന്ന് പറഞ്ഞ് കുറേ പേര് ചോദിച്ചിരുന്നു. പിന്നെ ഞാൻ വീണ്ടും വീഡിയോ ചെയ്യേണ്ടി വന്നു കപ്പപ്പഴം എന്താണെന്നുള്ളത്. ചില നാട്ടിൽ കപ്പപ്പഴം ഇതിൻ്റെ പേര് വേറെയാണ്. ഞങ്ങൾ ഒരിക്കൽ മലപ്പുറത്ത് പോയപ്പോൾ അവിടെ ചേച്ചിക്ക്, നമ്മുടെ റിലേറ്റീവ് ഉണ്ട്, ചേച്ചിക്ക് കപ്പപ്പഴം വാങ്ങാനായിട്ട് അവിടെ മൊത്തം അന്വേഷിച്ചു കേട്ടോ. അപ്പോൾ കപ്പപ്പഴം എന്ന് പറഞ്ഞൊരു പഴം അവിടെ ഇല്ല. ഇതിന് വേറെന്തോ പേരാണെന്ന് തോന്നുന്നു, അതോ കപ്പപ്പഴം ഇല്ലാത്തതാണോ എന്ന് അറിയത്തില്ല. ഇതാണ് കപ്പപ്പഴം, ചുമന്ന തോടുള്ള പഴമാണ് കപ്പപ്പഴം. ഇതാണ് ഞാൻ ഈ ഉണ്ണിയപ്പത്തിൽ ചേർത്തിരിക്കുന്നത്. നമുക്ക് മറിച്ചിടാവേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം തനിയെ തിരിഞ്ഞൊക്കെ വന്നു കേട്ടോ. പ്രാവശ്യം അങ്ങനെ തനിയെ തിരിഞ്ഞൊന്നും വരുന്നില്ല. ഞാനേ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷെ അന്ന് അമ്മ പറഞ്ഞു തന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണോ നിങ്ങളും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. ഇതിലെന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ പറയുക. എന്തെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനോ, ഇങ്ങനെയല്ല വേറെ രീതിയിലുണ്ടാക്കിയാൽ സോഫ്റ്റായിട്ട് ഉണ്ടാക്കുവാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ ചക്കയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കും കേട്ടോ. അത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നതാണ്. അരി വെള്ളത്തിലിട്ടിട്ട് അത് പൊടിക്കില്ല. അരിയും ചക്കയും ശർക്കര പാനിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കും, പൊടിക്കാണ്ട്. അങ്ങനെയാണ് ഞാൻ ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഇത് ഇപ്പോൾ റീസെൻ്റ്ലി 2-3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഉണ്ണിയപ്പം, സാധാ ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങിയത്. ഒരു 2 പ്രാവശ്യം ആവത്തേ ഉള്ളൂ. പക്ഷേ ആ 2 പ്രാവശ്യം നല്ല സക്സസ്ഫുള്ളി ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഉണ്ണിയപ്പം ആയി വരുന്നുണ്ട്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇങ്ങനെ അടി പിടിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട. ഈ സൈഡ് നല്ല മൂത്ത് വന്നു, കാരണം തീ ഈ സൈഡിലാണ് അടിക്കുന്നത്. ഈ സൈഡ് മൂക്കാൻ കുറച്ച് താമസമുണ്ട്, ആ സൈഡിൽ തീ കുറവാണ്, അതുകൊണ്ടാണ്. അന്ന് ഞാൻ ഉണ്ണിയപ്പം ഒഴിച്ചപ്പോൾ നല്ല പൊന്തിയൊക്കെ വന്നായിരുന്നു കേട്ടോ. ഇതിപ്പോൾ അതുപോലെ പൊന്തി വരുന്നില്ല. നമുക്കെടുക്കാം. കുത്തുന്നതിന് മുന്നേ അതങ്ങ് താഴ്ന്നു പോയി. അത്രയ്ക്ക് സോഫ്റ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. വേദ വന്നു, പൂച്ച വന്നു, പൂച്ച ബാ. ഒരു ഫോർക്ക് അവിടെ നിന്ന് എടുത്താണ് പൊന്നു. എന്നിട്ട് നീ ഇങ്ങനെ കുത്തിക്കിട്. ഒരു സ്റ്റെപ്പ് ഉണ്ണിയപ്പം ദേ റെഡിയാണ്. ഞാൻ പണ്ട് കരുതി ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഭയങ്കര പാടെന്നാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഉണ്ണിയപ്പം. കുത്തിയിട്. പെട്ടെന്ന് നമുക്കുണ്ടാക്കാം. ഈ കൈ കൊണ്ട് ഞെവിടിയൊക്കെ ഇരിക്കുമ്പോഴാണ്, അതായത് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. മിക്സിയുടെ ജാറിലിട്ട് ആണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇല്ല, അതാ മാവിരിക്കണം. അന്നത്തെ പോലെ പൊങ്ങി വന്നില്ലടാ. അതെന്താണെന്ന് എനിക്കും അറിഞ്ഞുകൂടാ. എന്തെങ്കിലും ചെറിയൊരു പരുവം തെറ്റിയിട്ടുണ്ടാവും. അതോ ഇനി നമ്മൾ വച്ചിരുന്ന സമയം താമസിച്ചോ എന്നറിയില്ല. പക്ഷെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റാണ്. നമുക്കത് എടുക്കുമ്പോഴേ അറിയാം. അതിനെ കുത്തി ചീത്തയാക്കാതെ തണുത്തിട്ട് നമുക്ക് എടുക്കാം. അടുത്ത സ്റ്റെപ്പ്. നെയ്യിലൊക്കെ മണം വരുന്നുണ്ട് കേട്ടോ. തണുക്കട്ടെ, എന്നിട്ടില്ലേ ഗണപതി നമ്മൾ തന്നെ ഇടാം. ഇപ്പം പൊങ്ങി വരണം കേട്ടോ. എനിക്ക് തോന്നുന്നു നേരത്തെ എണ്ണ ചൂടായിട്ടുണ്ടാവില്ല. എണ്ണ ചൂടാവാതെ ആയിരിക്കും
ഞാൻ ഒഴിച്ചത്. അതുകൊണ്ടാവാം നേരത്തെ പൊങ്ങി വരാത്തത്. ഇടയ്ക്ക് പൊങ്ങി വന്നു. നല്ല ചൂട് കൈണ്ടെടുക്കല് ചൂട്, നല്ല കൈപൊള്ളി, എൻ്റെ കൈപൊള്ളി. അപ്പോൾ ഇതൊക്കെ ഇവിടെ ആവട്ടെ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത ശേഷം ഇത് ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. അത് പൊങ്ങിപ്പോയി. ഞാൻ നേരത്തെ പൊങ്ങി വരാത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കൂടുതൽ ഒഴിച്ചപ്പോൾ അത് പൊങ്ങി കളയണം. ഒഴിച്ച് നമ്മൾ കൈ എടുക്കുമ്പോഴേക്കും ഒരു സൈഡാവും കേട്ടോ. അപ്പം നമ്മൾ മറിച്ചിടാം. അത് കുറച്ച് കൂടുതൽ ഒഴിച്ചതാണ് അങ്ങനെ വന്നേടാ. ഞാൻ എപ്പോഴേ പൊങ്ങി വരാത്തത് കൊണ്ട് കുറച്ച് കൂടുതൽ ഒഴിച്ചു. അപ്പോഴേക്കും അതെല്ലാം പൊങ്ങി വന്നു. നേരത്തെ എണ്ണ ചൂടായില്ല, അതാണ് സംഭവിച്ചത്. അപ്പോൾ നല്ല എണ്ണ ചൂടായപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വന്നു. ചിലപ്പോൾ ഇനി 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ വരുമായിരിക്കും. നോക്കാം. അത് മാവ് കുറച്ചുകൂടെ കുറേ സമയം കഴിഞ്ഞാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ എന്താണ് ചൂടാ? ഇല്ല, അത് ചൂട് തണുത്തില്ല. തണുക്കട്ടെ, തണുത്ത ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് ഇത്രയും ഉണ്ണിയപ്പം ചുട്ട ശേഷം നമുക്ക് കാണാം കേട്ടോ. എന്നിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. ഞാൻ ഇപ്പോഴത്തത് അത്ര മൂപ്പിക്കുന്നില്ല. അതവിടെ ആവട്ടെ. വേറൊരു ബോളിലേക്ക് 2 ഉണ്ണിയപ്പം തണുക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചു. നമുക്കൊന്ന് നോക്കിയാലോ? കണ്ട ചൂട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ചൂടുണ്ട്, ചെറിയ ചൂടുണ്ട്. തണുക്കാൻ വെച്ചതിനും ചെറിയ ചൂടുണ്ട്. മധുരമൊക്കെ ഇല്ലേ? കറക്റ്റ് മധുരം. പുറമേ മുരുമുരായിരിക്കുന്നു. അതോ സോഫ്റ്റ്. വലുതായിട്ടില്ല, പൊള്ള പോലെ. നല്ല മൂത്തുപോയി. കഴിച്ച് ഇത് കരിക്കാൻ എന്തോ ഇല്ല. നല്ല ഉണ്ണിയപ്പം. നല്ലതായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് കേട്ടോ. പക്ഷെ എണ്ണ കുറച്ച് കൂടുതൽ കേട്ടോ. എണ്ണ അല്ലേ ഇന്നത്തെ? കുറച്ച് എണ്ണ കൂടുതൽ, കുറച്ച് ശകലം. ചൂട്. മുരിഞ്ഞത് നല്ല മൂത്തുപോയി. തിന്നോളുന്ന മിക്കവാറും ഇവിടെ കിടക്കണത് കരിയും. നമ്മൾ ഫൈനൽ സ്റ്റെപ്പ് ഒഴിക്കുകയാണ്. കുറച്ച് തെറിച്ചാ ദേഹത്ത് എണ്ണ തെറിച്ചെന്ന് തോന്നുന്നു. അടുത്തൊഴി, കുറച്ചുകൂടെ കോരി ഒഴി. അയ്യോ, നിങ്ങാനും നടക്കുമോ? എണ്ണ ഉള്ളതിലൊഴി. ഇന്നിപ്പോൾ ഉണ്ണിയപ്പം ചുട്ടുതരാൻ വേദയായേട്ടാ. ഇനിയിപ്പോൾ ഞാൻ മെനക്കെടണ്ട. മാറി ബാക്കി ഞാൻ പാത്രമൊക്കെ എടുത്തെടുക്കാം. ഞാൻ ചായക്ക് കൂടെ വച്ചിരിക്കുക കേട്ടോ. ഫൈനൽ സ്റ്റെപ്പ് ഉണ്ണിയപ്പം അടുപ്പത്ത് കിടന്നാവുന്നു. നമ്മുടെ ചുട്ട് പറക്കിയ ഉണ്ണിയപ്പം ഇതായിരിക്കുന്നു. കുറച്ചുകൂടെ ഉണ്ടാകാനാട്ടോ. ഞാനും വേദയും കൂടി കോരിയിടും. തണുക്കുന്നതനുസരിച്ച് കഴിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഇത്രയും ആയത്. ആദ്യം എടുത്തത് കുറച്ചൊന്ന് മൂത്ത് പോയി കേട്ടോ. കാരണം വീഡിയോ എടുക്കുന്നതിൽ വീഡിയോയിൽ ശ്രദ്ധിക്കണം. ഇതാണ് സംഭവം. നമ്മൾ വീഡിയോയിലും ശ്രദ്ധിക്കും. അപ്പോൾ ഇത് മറന്നു പോകും, ഇത് വിട്ടുപോകും, കുറച്ചൊന്ന് മൂത്ത് പോകും. അതുകൊണ്ട് സംഭവിച്ചതാണ്. ബാക്കിയെല്ലാം കറക്റ്റ് ഇതിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറാകുമ്പോഴേ തിരിച്ചിടും. അപ്പുറം സൈഡ് ഇതുപോലെ ആകുമ്പോൾ നമ്മളെടുക്കും. അപ്പോൾ കുറച്ച് വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ഇതിലായതുകൊണ്ട് കുറച്ചൊന്ന് മൂത്തുപോയി. കരിഞ്ഞില്ല, മൂത്തുപോയി. പക്ഷെ അത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അത് നല്ല ക്രിസ്പി. അപ്പോൾ ഫൈനൽ സ്റ്റെപ്പ് ഉണ്ണിയപ്പോൾ
ആയിട്ടുണ്ട്. ചുട്ട് കഴിഞ്ഞു. ഞാൻ എണ്ണ രണ്ടാമത് ശകലം കൂടി ഒഴിക്കേണ്ടി വന്നു കേട്ടോ. അപ്പം ഇത്രയും ചുട്ടെടുക്കാനായിട്ട് അരമണിക്കൂർ സമയമാണ് വേണ്ടി വന്നത്. നമ്മുടെ ഉണ്ണിയപ്പം ചുട്ട് കഴിഞ്ഞു. ഭയങ്കര പാടുള്ള പണിയാണ് ഈ ഉണ്ണിയപ്പം ചുടലെന്ന് കരുതിയിരുന്ന ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉണ്ണിയപ്പം ഭയങ്കര സ്പീഡായിട്ട് പെട്ടെന്ന് അടിപൊളിയായിട്ട് ഉണ്ടാക്കും. സൂപ്പർ ഉണ്ണിയപ്പം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ചെയ്തിട്ടുള്ളവരാണ് പക്ഷെ എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇതുപോലെ അല്ല ചെയ്യുന്നവരെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. മനസ്സിലായല്ലോ? സംഭവം മനസ്സിലായല്ലോ? അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ കാണാം. അതുവരെയും ടാറ്റാ ബൈ. വേദ പിണങ്ങിപ്പോയി കേട്ടോ. അച്ഛനും മോളും കൂടെ വഴക്കായിട്ട് വേദ പിണങ്ങിപ്പോയി. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ കാണാം. ടാറ്റാ.